സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിങ്ങും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. കൊണ്ടോട്ടി നഗരസഭയുടെ രണ്ടാമത് ഇ അഹമ്മദ് പ്രതിഭാ പുരസ്കാരം പ്രശസ്ത ഗായിക MK ജയഭാരതിക്ക് സമ്മാനിച്ചു. ഹോട്ടൽ കൗജു ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സാഹിത്യകാരൻ KP രാമനുണ്ണിയാണ് 4 ലക്ഷം രൂപയും മൊമെന്റോയും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം ഗായികയ്ക്ക് സമ്മാനിച്ചത്. അങ്ങനെ ആദ്യത്തെ കുടിയേറ്റത്തിൽ തന്നെ വന്നവരും പിന്നെ ഇവിടെ ഉള്ളവരും തമ്മിൽ സംഘർഷം ഉണ്ടായി. ആ ചരിത്രം പിന്നെ ജൈനർ കുടിയേറിയപ്പോൾ, ബൗദ്ധർ കുടിയേറിയപ്പോൾ, ക്രിസ്ത്യാനികൾ വന്നപ്പോൾ, ഇസ്ലാം വന്നപ്പോൾ പുതിയാപ്ലമാരെ വരി കയ്യും നീട്ടി സ്വീകരിച്ചൊരു ചരിത്രമാണ് കേരളം. ഈ പാരമ്പര്യം കൊണ്ടാണ് നമ്മുടെ ഉമ്മമാരെയും ഉപ്പമാരെയും അമ്മമാരെയും മുത്തശ്ശന്മാരെയും ഗുണം കൊണ്ടാണ് ഇന്നും കേരളം ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. പലരും ഇവിടെയും വർഗീയത ജാതീയത പഠിച്ച പണിയും 18 നോക്കിയിട്ട് ഏസാത്തത് എന്താ? നമ്മുടെ ഈ സംസ്കാരത്തിന്റെ പാരമ്പര്യത്തിന്റെ ഗുണം കൊണ്ടാണ്. അതിന്റെ ഒരു വലിയ പ്രകാശനമാണ് എന്ന് പറഞ്ഞത്. ഈ അഹമ്മദിന്റെ പേരിലുള്ള അവാർഡ് ജയഭാരതി ചേച്ചിക്ക് കൊടുക്കുക. ഇന്ത്യയിലൊന്നും അങ്ങനെ ഈ അഹമ്മദിന്റെ പേരിലുള്ള അവാർഡ് ഒരു മുസ്ലിം നാമധാരിക്ക് സാധാരണ കിട്ടും. മറ്റ് സ്ഥലങ്ങളിലാണെങ്കിൽ ഇവിടെ നമ്മുടെ കഴിഞ്ഞ അനസിന് കിട്ടിയത് അതായത് ജയഭാരതി ചേച്ചിക്ക്. ഇങ്ങനെ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രകാശനമാണ് ഈ നഗരസഭ. വലിയൊരു കാര്യമാണ് കൊണ്ടോട്ടിയുടെ മഹത്തായ പാരമ്പര്യത്തെ മഹാകവിയുടെ ജന്മം കൂടെയായിരുന്നു കൈകുട്ടിവേണ്ടത്. ആ പാരമ്പര്യത്തിന് അനുചിതമായ രീതിയിൽ തന്നെ കലാ സാഹിത്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് മികവുള്ള സംഗീതപ്രേമികളും സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും തിങ്ങി നിറഞ്ഞ ചടങ്ങിൽ ചെയർപേഴ്സൺ നിത ഷഹീർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ റംല കൊടവണ്ടി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. കൊണ്ടോട്ടിയുടെ പാട്ടുവർത്തമാനം എന്ന വിഷയത്തിൽ TP അബ്ബാസ് പ്രഭാഷണം നടത്തി. വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ C മിനിമോൾ, KP ഫിറോസ്, CT ഫാത്തിമത്ത് സുഹറാബി, A മുഹിയുദ്ദീൻ അലി, കൗൺസിലർമാരായ K സാലിഹ്, അലി വെട്ടോടാൻ, എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമായ മുസ്തഫ മുണ്ടപ്പലം, സുരേഷ് നീറാട്, PV ഹസീബ് റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക്, എയർ 1. Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. So, love yourself, trust yourself, and be proud of yourself because you are always special. Beauty Mark Gold and Diamonds, specially for you.